ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ ബിറളില്ലാ അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ദാഫിയയുടെ പ്രൗഢമായ വേദിയിലാണ്. ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ലഭിച്ചിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് അമേരിക്കയിൽ വീണ്ടും ട്രംപ് വരുമ്പോൾ എന്നുള്ളതിനെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണത്തിന് ഇവിടെ വിരാമം കുറിക്കാം. ലോകരാജ്യങ്ങളിൽ സാമ്പത്തിക ശേഷിയാലും സൈനിക ശേഷിയാലും മുമ്പിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് പോലെയുള്ള ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ മറ്റു ലോകരാജ്യങ്ങളുടെ എല്ലാം വീക്ഷണ കേന്ദ്രമായി മാറുകയാണ് അമേരിക്ക എന്നുള്ളത്. 2021 പരാജയപ്പെട്ട ട്രംപ് 2024 അതായത് ഇക്കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിക്കുകയുണ്ടായി. ഈ ഒരു സന്ദർഭത്തിൽ അമേരിക്കയിൽ വീണ്ടും ട്രംപ് വരുമ്പോൾ എന്നുള്ളൊരു വിഷയം വളരെ പ്രസക്തമാണ്. മുമ്പത്തേക്കാൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് ട്രംപ് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ വിജയിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിലൂടെ പറയുകയുണ്ടായി, ഞാൻ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭരണത്തിലേറിയത്, ഞാൻ യുദ്ധങ്ങൾ കൊണ്ടുവരികയില്ല എന്ന്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഈ ഒരു ആഹ്വാനം മൂലം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കാരണം അമേരിക്കൻ പൗരന്മാർ, അല്ലെങ്കിൽ അമേരിക്കയിൽ അറബ് വംശജരായ അമേരിക്കൻ പൗരന്മാർ തന്റെ വോട്ടുകളെല്ലാം ട്രംപിന് നൽകിക്കൊണ്ട് ട്രംപിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുകയുണ്ടായി. കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാൻ ഭരണത്തിലേറിയാൽ യുദ്ധങ്ങൾ അവസാനിപ്പിക്കും, യുദ്ധങ്ങൾ കൊണ്ടുവരികയില്ല എന്നുള്ളത്. അദ്ദേഹം ഈ ഒരു വാക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു വാക്ക് അദ്ദേഹം നടപ്പിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇന്ന് നമുക്കറിയാം, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവും റഷ്യ യുക്രൈൻ യുദ്ധവുമെല്ലാം നിൽക്കുമെന്നുള്ളത്. കാരണം എന്തെന്നാൽ, ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേലിനെയും റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈനിനെയും സാമ്പത്തികപരമായും സൈനികപരമായും സഹായിച്ചു കൊണ്ടിരിക്കുന്നത് അമേരിക്ക എന്ന ഒരു വൻകിട രാജ്യമാണ്. ഇങ്ങനെയുള്ള ഈ ഒരു സന്ദർഭത്തിൽ അമേരിക്ക തന്റെ സഹായങ്ങളെ ഇവിടെ നിർത്തലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ സമാധാനത്തിന്റെ വെള്ളക്കൊടി പറക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അമേരിക്കയിൽ ട്രംപ് വരുന്നതിലൂടെ ലോകം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കുടിയേറ്റം നിർത്തലാക്കുക എന്നുള്ളതാണ്. അമേരിക്ക എന്ന രാജ്യം തന്നെ നിലവിൽ വന്നത് കുടിയേറ്റത്തിലൂടെയാണ്. അങ്ങനെയിരിക്കെ അമേരിക്ക സ്വദേശവൽക്കരിക്കുന്നതിലൂടെ ഒരുപാട് പ്രത്യാഘാതങ്ങൾ അമേരിക്കയിലെ പൗരന്മാർക്കും നേരിടേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും കാർബൺ പുറന്തള്ളുന്നതിനും ഏറ്റവും മുൻപതിൽ നിൽക്കുന്ന ഒരു രാജ്യമാണല്ലോ അമേരിക്ക എന്നുള്ളത്. അങ്ങനെയിരിക്കെ ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് ട്രംപ് വരുന്നതിലൂടെ ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് ട്രംപ് വരുന്നതിലൂടെ അദ്ദേഹം ഇന്ധനം, അല്ലെങ്കിൽ ഈ കാർബൺ പുറന്തള്ളുന്നതിനുള്ള ഈ ഫോസിൽ ഇന്ധനങ്ങളുടെ അല്ലെങ്കിൽ ഈ മുതലാളിത്തത്തെ അദ്ദേഹം
ഈ തുറന്ന അവസരം ലഭിക്കും. ഇങ്ങനെ ഈ ഒരു സന്ദർഭത്തിൽ ഇന്ത്യയിലെ പോലെ തന്നെ അമേരിക്കയിലും മുതലാളിത്തം കടന്നു കയറും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. പിന്നെ ആകെയുള്ള പ്രതീക്ഷ എന്നത് അദ്ദേഹം പറഞ്ഞ വാക്ക് അതുപോലെ പാലിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ്. ട്രംപ് അമേരിക്കൻ ഭരണത്തിലേറുന്നതിൽ ഒരുപാട് പ്രതീക്ഷകളും അതിലേറെ നിരാശകളുമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.